1/3 and common difference 1/6. ഇതിനകത്ത് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 1/3 കോമൺ ഡിഫറൻസ് 1/6 ഇതിനകത്ത് എല്ലാ നാച്ചുറൽ നമ്പരും ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവശം ഉണ്ടാക്കുന്ന ഒരു സീക്വൻസിനകത്ത് എല്ലാ നാച്ചുറൽ നമ്പരും ഇതിൽ വരുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആൽജിബ്രിക് എക്സ്പ്രഷന്റെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താ ഇക്വേഷൻ? xn is equal to f minus d. ഇത് നമ്മൾ ഇതിനകത്തോട്ട് എന്ത് ചെയ്യുക? പ്രയോഗിക്കുക. ഇതിനകത്തോട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഈ സീക്വൻസിന്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ കിട്ടും. മനസ്സിലായി? അപ്പൊ നമുക്ക് നോക്കാം. xn is equal to dn plus f minus d. d എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഡിഫറൻസ്. ശ്രദ്ധിച്ച് കേൾക്കണം. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. അത് അവിടെ എടുത്ത് കൊടുക്കുക. ഡിക്ക് പകരം 1/6 കൊടുക്കുന്നു. കൂടാറുണ്ട് n പ്ലസ് ഫസ്റ്റ് ടേമിന് പകരം 1/3 മൈനസ് 1/6. ഇനി ശ്രദ്ധിക്കുക, 1/6 അതേപോലെ കൊടുക്കുന്നു താഴോട്ട്, പ്ലസ് ഇവിടെ നോക്കിയേ, ഇതിനകത്ത് ഡിനോമിനേറ്റർ രണ്ടും ഈക്വൽ അല്ലല്ലോ. അപ്പോൾ ഇത് വാല്യൂ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ എന്ത് ചെയ്യുന്നു? ഈക്വൽ ചെയ്യുന്നു. ഈക്വൽ ചെയ്യണമെങ്കിൽ 3നെ 6 മാറ്റിയാൽ മതി. അപ്പോൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട്. ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മുകളിലും എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട്. അപ്പോൾ ആൻസർ എന്താ വരും? 2/6 മൈനസ് 1/6. അപ്പോൾ നോക്കിയാൽ രണ്ടും എന്താ? ഡിനോമിനേറ്റർ ഈക്വൽ ചെയ്തു. അങ്ങനെ ഈക്വൽ ചെയ്തതിന് ശേഷം 1/6n പ്ലസ് രണ്ടും ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിൽ മുകളിലുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ മതി? എടുത്താൽ പോരെ. അപ്പോൾ ഇവിടെ എന്താ വരും ആൻസർ? 2 മൈനസ് 1/6 എന്ന് വരും. ക്ലിയർ? കണ്ടോ? ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയാൽ ഒരെണ്ണം എഴുതിയാൽ മതി. അതിനാണ് നമ്മൾ ഈക്വൽ ആക്കുന്നത്. അപ്പോൾ 1/6n പ്ലസ് 2ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 1/6 ആണ്. കണ്ടോ? 1/6n പ്ലസ് 1/6 എന്ന് കിട്ടി. ഇതിനകത്ത് കോമൺ ആയിട്ട് ആരുണ്ട്? 1/6 ഇല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ഇങ്ങോട്ട് എഴുതുകയാണ് ഞാൻ. 1/6 കോമൺ ആക്കി ഇറക്കി ബ്രാക്കറ്റിൽ. ഇനി കൂടെ ആരുണ്ട്? n ഉണ്ടല്ലോ. ആ n ഇങ്ങോട്ട് കൊടുക്കുന്നു, പ്ലസ്. കണ്ടോ? ഇപ്പൊ ഇവിടെ നിന്ന് ഇൻറ്റു ചെയ്ത് നോക്കണം. 1/6നെ n കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/6n. അപ്പൊ കറക്റ്റ് ആണല്ലോ. പ്ലസ് പ്ലസ് അതേപോലെ കൊടുത്തു. ഇനി ഇവിടെ വീണ്ടും 1/6 കൊടുക്കുവോ? ഇല്ല. 1/6 ഓൾറെഡി വെളിയിലുണ്ടല്ലോ. പിന്നെ ആരെ കൊടുക്കണം? 1 വെളിയിൽ കൊടുക്കണം. ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കിയേ. 1/6 × 1 1/6. കറക്റ്റ് അല്ലേ? ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. കോമൺ എടുക്കും. ഇതാണ് സംഭവം നമുക്ക് കിട്ടുന്നത്. കണ്ടോ? അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്തെടുക്കാം? ഇതിനെ ഈ n-നെ മുകളിലോട്ട് എടുത്താൽ, അതായത് 1/6 n പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നില്ലേ? ഇതിനെ പലരും ഇനി ഇങ്ങനെ എഴുതും. എങ്ങനെയാ? n പ്ലസ് 1/6 എന്ന് എഴുതും. ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയിട്ട് n പ്ലസ് 1 എഴുതി ഈ 6 താഴോട്ട് കൊണ്ടുപോയി. ഇതിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? സെയിം തന്നെ. ഓക്കെ, ക്ലിയർ? ഇനി നോക്കിയേ, ഈ 6 കൊണ്ട് ഈ മുകളിലുള്ള വാല്യൂസിനെ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? നാച്ചുറൽ നമ്പർ കിട്ടും. അല്ലേ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആരാ? 1 2 3 ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ 1 ഇട്ട് കൊടുത്താൽ എന്ത് വരും? ഇവിടെ 1 ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും? 1 + 1/6. ദാറ്റ് മീൻസ് 2/6. എന്താ വരും? 1/3 എന്ന് വരും. അല്ലേ? നാച്ചുറൽ നമ്പർ ആയിട്ട് വരുമോ? ഇല്ല. അപ്പൊ നാച്ചുറൽ നമ്പർ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ മൊത്തത്തിൽ കട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ഏത് നമ്പർ കൊടുക്കണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് നമ്പർ? 6ന്റെ മൾട്ടിപ്ലിക്കേഷൻസുകൾ വരണം. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 6ന്റെ എന്ത് വരണം? മൾട്ടിപ്ലിക്കേഷൻസുകൾ വരണം. ഇത് എവിടെ വരണം? ഇതിന്റെ മുകളിൽ വരണം. ഇതിന്റെ മുകളിൽ ഒന്നെങ്കിൽ ആര് വരണം? 6 വരണം. അല്ലെങ്കിൽ ആര് വരണം? 12. അല്ലെങ്കിൽ 18. അല്ലേ? ഇങ്ങനെയുള്ള നമ്പർ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റും. എളുപ്പമല്ലേ? അതായത് n + 1 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആരായിരിക്കണം?
n+1 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 6 ആയിരിക്കണം, അല്ലെങ്കിൽ n+1 എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം 12 ആയിരിക്കണം, അല്ലെങ്കിൽ n+1 എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം 18 ആയിരിക്കണം. ദാറ്റ് മീൻസ് 6 കൊണ്ട് മുകളിലുള്ളതിനെ കട്ട് ചെയ്ത് ഒരു നമ്പർ ഫ്രാക്ഷൻ അല്ലാത്ത നാച്ചുറൽ നമ്പർ കിട്ടണമെങ്കിൽ മുകളിലുള്ള ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 6ന്റെ എന്തായിരിക്കണം മൾട്ടിപ്ലിക്കേഷൻ. ഇനി നേരെ മറിച്ച് ഇവിടെ 5 ആയിരുന്നെങ്കിലോ ഇവിടെ എന്താ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ വരണം. ക്ലിയർ അല്ലേ? 4 ആയിരുന്നെങ്കിലോ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ വരണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് n+1 പകരം 6 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ n എത്ര ആയിരിക്കും ഒന്ന് പറഞ്ഞേ? 5. കാരണം എന്താ 6 അപ്പുറം പോലെ 1 അപ്പുറം പോകുമ്പോൾ എന്ത് വരും? 5 വരും. ആരാ? n അല്ലേ? ആ n 5 കിട്ടി. ഇനി ഇവിടുന്ന് അപ്പുറത്ത് പോയാലോ 11 കിട്ടും. ഇവിടുന്ന് അപ്പുറത്ത് പോയാലോ 17 കിട്ടും. സെറ്റ് അല്ലേ പറഞ്ഞ കാര്യം? അപ്പൊ ഇവിടെ നമുക്ക് n-ന് പകരം എന്ത് കൊടുക്കാം? 5 കൊടുത്താൽ കണ്ടോ, n-ന് പകരം 5 കൊടുത്താൽ എന്ത് വരും? 5+1/6. ആൻസർ ഈസ് എന്ത് വരും? 6/6 1. ഇനി അടുത്ത n-ന് ആര് കൊടുക്കാം? 11 അല്ലേ? n-ന് എന്ത് കൊടുക്കുന്നു? 11 കൊടുക്കുമ്പോഴോ 11+1/6. That means 12/6. എന്ത് വരും? 2. അപ്പൊ എല്ലാ നാച്ചുറൽ നമ്പർ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. അപ്പൊ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓൾ കണ്ടെയ്ൻസ് ഓഫ് നാച്ചുറൽ നമ്പർ ഇൻക്ലൂഡഡ് ഇൻ ദി സീക്വൻസ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എഴുതി വെച്ചൂടെ? ലാസ്റ്റ് അത് എഴുതി വെക്കണം. ക്ലിയർ അല്ലേ? സംഭവം മനസ്സിലായില്ലേ? ഇതേ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഇനി അങ്ങോട്ടുള്ളതൊക്കെ ചെയ്യേണ്ടത്. 1/3 കോമൺ ഡിഫറൻസ് തന്നിരിക്കുന്നത് 2/3 കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പർ. ഇതിനകത്തെല്ലാം ഓഡ് നമ്പർ വരും, ബട്ട് നോ ഈവൺ നമ്പർ. ഈവൺ നമ്പർ വരില്ല. എങ്ങനെയാന്ന് നോക്കാം. കണ്ടോ ക്വസ്റ്റ്യൻ കണ്ടോ? ഇവിടെയും നമ്മൾ ഏത് ഇക്വേഷൻ തന്നെ ഇടുകയാണ്? ഈ ഇക്വേഷൻ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. xn is equal to dn ന് പകരം 2/3n അല്ലേ, പ്ലസ് f ന് പകരം 1/3 മൈനസ് 2/3. ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. പിന്നെ ആക്കാൻ നിൽക്കണോ? ശ്രദ്ധീര് 2/3n പ്ലസ് ഇവിടെ 1 മൈനസ് 2/3. നെക്സ്റ്റ് സ്റ്റെപ്പ് 2/3n പ്ലസ് മൈനസ് 1/3. 2/3n പ്ലസും മൈനസും മൈനസ് 1/3. ക്ലിയർ അല്ലേ? എല്ലാവരും കിട്ടിയില്ലേ? 2/3n മൈനസ് 1/3 എന്നുള്ളതാണ് കിട്ടിയത്. ഇവിടെ 3 എന്താണ്? കോമൺ അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2n മൈനസ് 1/3 എന്ന് എഴുതിക്കൂടെ? 2n മൈനസ് 1/3. കാരണം ഡിനോമിനേറ്ററിലെ 3 എന്താണ്? കോമൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഴുതിയത് പോലെ തന്നെ ഇവിടെ നമുക്ക് എഴുതിക്കൂടെ? ക്ലിയർ? അവിടെ വരുമ്പോ പലർക്കും എന്തായിരിക്കും? അയ്യോ ഇനി എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. അതുകൊണ്ട് മുകളിൽ അതേപോലെ തന്നെ നമുക്ക് എഴുതാം. എഴുതിയിട്ട് 3 കോമൺ ആയിട്ട് കൊടുക്കാം. സെറ്റ് അല്ലേ? ഇനി ആൽജിബ്രിക് എക്സ്പ്രഷൻ കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിനകത്തോട്ട് കണ്ടെയ്ൻ ഓൾ ഓഡ് നമ്പർ ബട്ട് നോ ഈവൻ നമ്പർ. ഇതിനകത്തെല്ലാം ഓഡ് നമ്പർ വരുന്നുണ്ട്, ബട്ട് നോ ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ വരുന്നില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഈവൻ നമ്പരും ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്നത് ആരെയായിരിക്കും? ഈവൻ നമ്പറിനെ ആയിരിക്കും. ഈവൻ നമ്പരും കൂടി ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്ന ആരെയായിരിക്കും? ഈവൻ നമ്പരാ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 × 3 കിട്ടുന്നേ 6. 2 × 2 എന്താ കിട്ടുന്നേ? 4. 2 × 4 എന്താ കിട്ടുക? 8. 8 × 6 എത്ര കിട്ടിയ? 48. ഈവൻ നമ്പരെ കിട്ടും. ഇനി ഈവൻ നമ്പരും ഓഡ് നമ്പരും ആണെങ്കിലോ? ഓഡ് നമ്പർ ആണെങ്കിലും എന്ത് തന്നെ കിട്ടത്തോളൂ? ഈവൻ നമ്പരെ കിട്ടൂ. ഒരു നമ്പർ പറഞ്ഞേ. 4 × ഓഡ് നമ്പർ 7 എത്ര കിട്ടി? 28. കണ്ടോ? വേറൊരു നമ്പർ പറഞ്ഞേ. 5 × 6 എത്ര കിട്ടിയ? 30. കണ്ടോ? ഈവൻ നമ്പരെ കിട്ടും. അപ്പൊ ഈവൻ നമ്പർ ഇൻഡു ചെയ്താൽ എന്താ കിട്ടൂ? ഈവൻ നമ്പരെ ഓഡ് നമ്പരെയും കൂടി ഇൻഡു ചെയ്താൽ എന്താ കിട്ടൂ? ഈവൻ നമ്പരെ കിട്ടൂ. അപ്പൊ ഇവിടെ എന്തായാലും ഇൻഡു ചെയ്യുമ്പോൾ ഈ 2n ഇൻഡു ചെയ്യുമ്പോൾ എന്താ കിട്ടത്തോളൂ? ഈവൻ നമ്പരെ കിട്ടൂ. അല്ലേ? ഈവൻ നമ്പര് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഈ 30 ന്ന് 1 കുറച്ചാൽ എത്ര കിട്ടുന്നേ? 30 ന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 29. 28 ന്ന് 1 കുറച്ചാലോ? 27. 48 ന്ന് 1 കുറച്ചാലോ? 47. 8 ന്ന് 1 കുറച്ചാലോ? 7. 4 ന്ന് 1 കുറച്ചാലോ? 3. ഇതെല്ലാം ഈ 2n എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഈവൻ നമ്പർ അല്ലേ? ഈവൻ നമ്പറിൽ നിന്ന് എപ്പോഴും 1 കുറച്ചാൽ എന്തേ കിട്ടൂ?
ഓഡ് നമ്പരേ കിട്ടൂ. ഈവൻ നമ്പറിൽ നിന്ന് 1 കുറച്ചാൽ എന്തേ കിട്ടൂ? ഓഡ് നമ്പരേ കിട്ടൂ. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം. താഴെ ഉള്ളതാരാ? 3 അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കോ ഈവൻ നമ്പർ ആയിരിക്കോ? ഇവിടെ വരുന്നതെല്ലാം എന്താണ്? ഓഡ് നമ്പറല്ലേ ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്ന മൊത്തം അല്ലേ? ഈവൻ നമ്പർ വരുമോ? ഇല്ല. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പർ ബട്ട് നോ ഈവൻ നമ്പർ എന്ന് പറയാം. കാരണം എന്താ? 2n എന്ന് പറയുന്നത് എന്തായിരിക്കും? 2n എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നമ്പർ ആണ്. 2n - 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓഡ് നമ്പർ ആണ്. പറഞ്ഞ കാര്യം മനസ്സിലായോ? അഞ്ചാമത്തേല് സീക്വൻസ് 4, 7, 10. The square of all terms are also terms of the sequence. Square of all terms. Square ആയിട്ട് വരുന്ന എല്ലാ ടേമും are also terms of the sequence. ഇതിനകത്തുള്ള സീക്വൻസ് ആണോ ചോദിച്ചിരിക്കുന്നത്. സ്ക്വയർ ആയിട്ട് വരുന്ന ആരൊക്കെ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, ഇത് എങ്ങനെ പോകത്തില്ല. ഇത് ഇതിനകത്ത് വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് വേണം? ആൾജിബ്രിക് എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കുക. അതെങ്ങനെ ഇടാം? xn is equal to കോമൺ ഡിഫറൻസ് എത്ര? ഇതിനകത്തുള്ള കോമൺ ഡിഫറൻസ് എത്രയാ? 7 - 4 that 3. അപ്പൊ എന്ത് വരും? 3n പ്ലസ് ഫസ്റ്റ് ടേം 4, 4 - 3. ആൻസർ is 3n plus 1. സിമ്പിൾ. ഉണ്ടോ? അത്രേ ഉള്ളൂ. 3n plus 1 കിട്ടി. ഉണ്ടോ? ഇനി എന്താ കാണുക? 3n plus 1 സ്ക്വയർ ഉണ്ടോ എന്ന് നോക്കുക. സ്ക്വയർ 3n plus 1 എല്ലാ സ്ക്വയറും വരുമെന്ന്. ഇത് ആൾജിബ്രിക് ഫോം അല്ലേ? അത് സ്ക്വയർ വരുമെന്ന് നോക്കുക. അപ്പൊ നമ്മൾ ഹോൾ സ്ക്വയർ കൊടുക്കും. ഇത് നോക്കിയേ, എന്ത് ഫോർമാറ്റ് ആയിരുന്നു ഇത്? ഇതാരാ? പ്ലസ് ബി. നമ്മൾ പഠിച്ചിട്ടുണ്ട് a plus b ഹോൾ സ്ക്വയർ. എന്തോ ഇക്വേഷൻ? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതേ രീതിയിൽ ഇതിനെ എന്ത് ചെയ്യാം? നമ്മള് എക്സ്റ്റെൻഡ് ചെയ്യാം. നോക്കിയേ, ആദ്യം a സ്ക്വയറിന് പകരം 3n സ്ക്വയർ പ്ലസ് 2 into 3n into 1 plus 1 സ്ക്വയർ. ക്ലിയർ? 3n സ്ക്വയർ പ്ലസ് 2 into 2 എവിടെ വന്നു? ഇക്വേഷനുള്ളതാ. 2 into 3n into 1. 3n എന്ന് കൊടുക്കണ്ട, 3 എന്ന് കൊടുത്താൽ മതി കേട്ടാ. അവിടെ പലരും തെറ്റിക്കുന്ന ഒരു കാര്യം എന്താണ്? അതിനകത്തുള്ള ആൾജിബ്രിക് എക്സ്പ്രഷനും കൂടി എടുത്തെങ്കിൽ എന്ത് ചെയ്യാം? എഴുതി വെക്കും. മനസ്സിലായോ? എഴുതി വെച്ചെന്നും പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും വരുത്തില്ല. അപ്പൊ അവിടെ എന്ത് വരും? 3 plus 3 into 1. വീണ്ടും എന്ത് കൊടുക്കും? 1 കൊടുക്കും. എ ബി ആണ്. പ്ലസ് എന്ത് വരും? ബിയുടെ സ്ക്വയർ. ബിയുടെ സ്ക്വയർ എന്താ? 1 സ്ക്വയർ. ക്ലിയർ അല്ലേ? എഴുതുന്ന ആരും ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, 3 സ്ക്വയർ എന്താ? 3 സ്ക്വയർ 9. n സ്ക്വയർ n സ്ക്വയർ പ്ലസ് 3 into 2 എന്ത് വരും? 6n അല്ലേ? പ്ലസ് എന്ത് വരും? 1. 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 വരും. ക്ലിയർ അല്ലേ? കോമൺ ആയിട്ട് ആരുണ്ട് ഇതിലെല്ലാം? 9ലും 6ലും എല്ലാം കോമൺ ആരുണ്ട്? 3 ഉണ്ട്. അപ്പൊ 3 വെളിയിലോട്ട് ഇറക്കുന്നു. 3 എവിടുന്ന് വന്നെന്ന് ചിലവർ ചിന്തിക്കും. എവിടുന്ന് വന്ന്? ശൂന്യതയിൽ നിന്ന് വന്നതാണോ? അല്ല. പിന്നെ എവിടുന്ന് വന്നു? 9ഉം 6ഉം എല്ലാം ഏതിലുണ്ട്? 3യിലുണ്ട്. അങ്ങനെ എടുക്കണം നമ്മൾ. മനസ്സിലായോ? ഇനി 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9. 3 അല്ലേ? അപ്പൊ ഓരോന്നും ഇതിന് ഇൻറ്റു ചെയ്യാം. 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 3. ഇവിടെ എന്ത് കൊടുക്കും? n. ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് n കൂടി കൊടുക്കും. 3യുടെ ഇവിടെ ആരെ കൊടുക്കാം? n കൂടി കൊടുക്കാം. കാരണം എല്ലാത്തിനും ആരുണ്ട്? ഒരു n ഉണ്ട്. പ്ലസ് ഇനി ഇവിടെ 3 കൊണ്ട് എത്ര ഇൻറ്റു ചെയ്യുമ്പോൾ 6 കിട്ടുന്നേ? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോ അവൻ 2. n കൊടുക്കണോ? വേണ്ട. ഓൾറെഡി n ഉണ്ട്, വെളിയിലുണ്ട്. കണ്ട? ഇവിടെ അകത്ത് കൊടുത്ത എന്തുകൊണ്ടാ വെളിയിലും അകത്തും? n സ്ക്വയർ ഉള്ളതുകൊണ്ട്. ക്ലിയർ അല്ലേ? ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2 ആണ് കിട്ടുക അല്ലേ? 2 അവിടെ കൊടുക്കുന്നു, n കൊടുക്കണ്ട, n ഓൾറെഡി വെളിയിൽ ഉണ്ട്. അത് ക്ലോസ് ചെയ്യുന്നു. പ്ലസ് ആര് വരുന്നു? 1 വരുന്നു. അപ്പൊ ഇവിടെ എന്താ കിട്ടി? 3n plus 2 plus 1. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്,
ഈ സ്ക്വയറിന്റെ വല്ല ഇത് കിട്ടിയിരിക്കുന്നേ അല്ലേ? ഇവിടെ നോക്കിയേ, ഈ ഭാഗം നോക്കിയേ, ഇത് 3n അല്ലേ ഇവിടെ കിടക്കുന്നേ? ആണല്ലോ. ഇപ്പൊ ഈ ഭാഗം ഇവിടെ എന്താ 3n അല്ലേ കിടക്കുന്നേ? ഇവിടെ എന്താ കിടക്കുന്നേ? +1 അല്ലേ? ഇവിടെയും കിട്ടിയിരിക്കുന്നത് എന്താ? +1 അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എല്ലാ സ്ക്വയറുകളും ഏത് സീക്വൻസിൽ വരും? ഈ സീക്വൻസിൽ വരുന്നതാണ്. കാരണം എന്താ? ഈ ഭാഗം അങ്ങ് വിട്ടേ, ഈ ഭാഗം അങ്ങ് വിട്ട് കളഞ്ഞാൽ ഈ ഭാഗം അങ്ങ് പോയാൽ അതിനെ ഒരു 3n ആയിട്ട് എടുത്താൽ ഇത് 3n അതേപോലെ വരുന്നില്ലേ? വരുന്നില്ലേ? +1ഉം അതേപോലെ വരുന്നുണ്ടല്ലോ. എന്ത് ചെയ്തപ്പോഴാ കിട്ടിയത്? നമ്മളതിനെ സ്ക്വയർ ചെയ്തപ്പോൾ കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെയും ആൾജിബ്രിക് ഫോം എന്ത് തന്നെയാണ്? സെയിം, ഇത് തന്നെയല്ലേ വരുന്നത്. സ്ക്വയർ ചെയ്താലും ആ സ്ക്വയർ ഇതിനകത്ത് വന്നാലും അതിന്റെ ആൾജിബ്രിക് ഫോം ഏത് തന്നെ വരും? 3n + 1 എന്ന് പറയുന്ന ഫോമിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇവിടെയും 3n + 1, ഇതിനെ എക്സ്പാൻഡ് ചെയ്തെടുത്തപ്പോഴും 3n + 1 എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് വന്നത്. ഇനി മറിച്ച് ഇവിടെ 2 ആ വന്നിരുന്നെങ്കിലോ? ക്ലിയർ ആവൂ? ക്ലിയർ ആവൂ? ഇല്ല. ഇനി ഇവിടെ 4 ആ വന്നിരുന്നെങ്കിൽ ക്ലിയർ ആവോ? ആവത്തില്ല. കാരണം ഏത് തന്നെ വരണം? 1 തന്നെ വരണം. 1 അല്ലേ വന്നിരിക്കുന്നത്. അപ്പം ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പറയാം എന്താണ്? എല്ലാ സ്ക്വയറുകളും ഇതിനകത്ത് എന്താണ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ പറഞ്ഞാൽ? വീണ്ടും വീണ്ടും വന്നിരിക്കുന്നു. ഇപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. 6 ക്വസ്റ്റ്യൻ അല്ലേ? മൂന്ന് ക്വസ്റ്റ്യൻ നമ്മളിപ്പം 3, 4, 5, 6 4 ക്വസ്റ്റ്യൻ നമ്മളിപ്പം ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ 5, 8, 11. ആദ്യം വീണ്ടും നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. xn = d എന്ന് പറഞ്ഞാൽ എത്രയാ ഇവിടെ വരിക? 3n വരുന്നു. 3n പ്ലസ് ഫസ്റ്റ് ടേം എന്താ? 5 മൈനസ് 3. ആൻസർ ഈസ് 3n + 2. ക്ലിയർ അല്ലേ? വീണ്ടും പെർഫെക്റ്റ് സ്ക്വയർ ആണോ അറിയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഒന്ന് സ്ക്വയർ കൊടുക്കുന്നു അല്ലേ? സ്ക്വയർ എടുക്കല്ലേ തന്നെ. വീണ്ടും നേരത്തെ ചെയ്യുന്ന പോലെ ഏതാ? a + b ² അപ്പൊ എങ്ങനെ വരും? 3n² + 2 × 3n × 2 + 2² അപ്പൊ ഇവിടെ എന്ത് വരും? 3 യുടെ സ്ക്വയർ എന്താ വരിക? 9. n ന്റെ സ്ക്വയർ n² പ്ലസ് ഇവിടെ എന്ത് വരും? 3 × 2 6, 6 × 2 12 പ്ലസ് 2 ന്റെ സ്ക്വയർ 4. ഇവിടെ നോക്കിയേ, കോമൺ ആയിട്ട് ആരുണ്ട്? 9ലും 12ലും ആരുണ്ട്? 3 ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ എടുക്കുന്നു? 3 കോമൺ. 3 കൊണ്ട് എത്ര ഇൻക്ലൂഡ് 9 കിട്ടും? ഇങ്ങനെ ശ്രദ്ധിക്കണ്ട. 3 ഉണ്ട്. വലിയ കാര്യമാണോ? n കൂടി. അപ്പൊ ഇവിടെ ആര് വരും? n പ്ലസ് ഇനി ആരുണ്ട്? 3 കൊണ്ട് എത്ര ഇൻക്ലൂഡ്? 12, 4. എന്താ എളുപ്പമായി കണ്ടുപിടിക്കാൻ? കോമൺ 4 ക്ലോസ് ചെയ്യുന്നു. പ്ലസ് ആര് കൊടുക്കുന്നു? 4 കൊടുക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞേ? 3n + 2. ഇവിടെ വന്നിരിക്കുന്നത് എന്താ? 3n + 4 ആണ്. കണ്ടോ? 3n + 4. അപ്പൊ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ എഴുതി വെക്കും? നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ ഇൻ ദിസ് സീക്വൻസ്. പ്രൂവ്. ഒന്ന് ചെയ്തു നോക്കണം. നല്ല രീതിയിൽ ചെയ്തു നോക്കി ഒന്നും കൂടി ക്ലിയർ ആവണം. എവിടം വരെ ചെയ്യുന്നോ അവിടം വരെ ചെയ്യണം. എവിടെ വെച്ച് തെറ്റുന്നോ അത് നോട്ട് ചെയ്യുക. എന്നിട്ട് അതൊന്ന് എടുത്ത് വീണ്ടും ഒന്ന് കണ്ടു നോക്കി ഒന്ന് ചെയ്തു നോക്കും. ഓക്കെ. അടുത്ത പാർട്ട് നമുക്ക് സമ്മാണ്. സം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുവരെയും